പ്രേമങ്ങനെ ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിപ്പോൾ ഗതികെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിലേക്കുള്ള ഒരു ആയുധ ശേഖരമൊക്കെ ഉള്ള ഒരു രാജ്യം ആ തരത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായാൽ സ്വാഭാവികമായും അത് വലിയ വിനാശത്തിലേക്കായിരിക്കും നീങ്ങുക. അതിനു മുമ്പ് യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ, ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കിരൺ സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരം. അപ്പോ അതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ജീവൻ സ്മരണ പോരാട്ടത്തിലേക്ക് ഇറാൻ എന്നുള്ളത്. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, കുറെ ആള് മരിച്ചു. നമ്മളെ ഇന്ത്യക്കാരും പല ആൾക്കാരും പല രാജ്യത്തുള്ളവരും പലതും അവിടെ ഇറാനിലും മറ്റു സ്ഥലങ്ങളിലും അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യയും ബാക്കിയുള്ളവരുണ്ട്. അത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു കുഴപ്പമില്ല, അത് ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ട് പറഞ്ഞു ഖത്തറിൽ. ആ ചോദിച്ച വീരായിരുന്നു. ഇപ്പൊ ഇനി ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ നെതന്യാഹുവും ഈ നമ്മളെ ട്രംപും ഈ ലോകം കുട്ടിച്ചോറാക്കാൻ മെനക്കെടുക. അതിന്റെ ഇടയ്ക്ക് എല്ലാ റഷ്യയും ചൈനയും ഉൾപ്പെടെ പല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും വന്ന് ഈ നാട്ടില് ആളെ മരിക്കാതിരിക്കാൻ നോക്കണം, ആളെ ജീവിപ്പിക്കാൻ നോക്കണം, ആളെ ചേർത്ത് പിടിക്കണം. അതിന് കമ്മ്യൂണിസ്റ്റുകാർ റെഡി ആയിട്ട് വരണം. അവര് ഞാനെന്നുള്ളതിലേക്ക് ഇങ്ങനെ ഉഗാണ്ടയിൽ ഇപ്പൊ ഓരോ തമ്മിൽ തന്നെ യുദ്ധമുണ്ട് എന്നുള്ളതൊക്കെ കണ്ടു. പക്ഷെ തീർച്ചയായിട്ടും അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ത്യ ഖേദിക്കേണ്ടി വരും. ഇവിടുത്തെ പ്രവാസികൾ ആയ എന്നെ പോലത്തെ ആൾക്കാർ, ഞാനല്ല, എന്റെ മക്കളൊക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ട് പറയാം, ഖേദിക്കേണ്ടി വരും. അവരെ ഇറങ്ങണം, കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങണം. ഇപ്പൊ അങ്ങനെ തയ്യാറാവുമോ ചൈന അടക്കമുള്ള രാജ്യങ്ങളൊക്കെ? അതന്നെ. ശരി, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും പ്രതികരണം നടത്തിയത്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച്, അത് ഇന്ത്യയിൽ വെച്ച് ഇന്ത്യ ക്ഷണിച്ച് നടത്തിയ ഒരു അഭ്യാസത്തിന് ശേഷം മടങ്ങുമ്പോഴാണ് അമേരിക്ക ടോർപിഡോ വെച്ച് ആക്രമിച്ച് ഇല്ലാതെയാക്കിയത്. അവർ തിരിച്ചടിക്കും എന്ന് അവർ പറയുന്നു. ഇതിനു മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ കൂടിയാണോ അടയുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ നിലവിലിപ്പോ അത്യന്തം ഖേദകരമായ സംഭവവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. എല്ലാവർക്കും അറിയാം, എല്ലാവരും അക്കാര്യത്തിൽ വിയോജിപ്പുള്ളവരാരും ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ മൂലകാരണം കണ്ടുപിടിച്ച് ഇപ്പൊ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ശക്തമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അത് തന്നെയാണ് നമുക്കൊരു